തൃശ്ശൂരിലെ സ്നേഹനിധികളായ സാംസ്കാരിക സമ്പന്നരായ സഹൃദയരായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. സുരാജ് 10 വർഷത്തെ മേടിച്ചപ്പോൾ ഞാനോർത്ത്, സുരാജേ ഇത് 34 കേട്ടോ, 34ആണിത്. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഈ 34 വർഷമൊക്കെ സിനിമ ശരിക്കും പറഞ്ഞാൽ രജനി നമ്മുടെ ഈ ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ചില ആക്ടേഴ്സ് വരുന്നു മേടിക്കുന്നു പോകുന്നു. പക്ഷേ ഇവിടെ പിടിച്ചു നിൽപ്പിനുള്ള അവാർഡാണ് ശരിക്കുമുള്ള അവാർഡ്. വലിയ പ്രയാസമാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്നെപ്പോലെ പ്രത്യേകിച്ചും ഒരു സെൽഫ് മാർക്കറ്റിങ്ങോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. വരുന്ന സിനിമകൾ മാത്രം ചെയ്താണ് ഈ കണ്ട കാലം ഇപ്പോൾ കാണിച്ച സല്യൂട്ട് വരെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെയൊരു അവസ്ഥയിൽ ഇങ്ങനൊരു വലിയ അവാർഡ്, വലിയ പുരസ്കാരമാണ്. തീർച്ചയായിട്ടും സിനിമയിൽ വന്നപ്പോൾ എന്നെ അനുഗ്രഹിച്ച് കൊണ്ടുവന്ന സംവിധായകർ, എന്നെ ആദ്യമായി കുമിളകൾ എന്ന സീരിയലിലൂടെ നായകനാക്കി എൻ്റെ പ്രിയപ്പെട്ട ആദ്യ ഗുരുനാഥൻ ആദം അയ്യൂബ് സാർ, എൻ്റെ എക്കാലത്തെയും വലിയ കഥാപാത്രമായ കുട്ടൻ തമ്പുരാനെ എനിക്ക് അനുഗ്രഹിച്ച് നൽകിയ ഹരിഹരൻ സാർ, MT സാർ, ഭരതേട്ടൻ, അസുരവംശത്തിലൂടെയാണ് എനിക്കൊരു ആക്ഷൻ ഹീറോ ഇമേജ് വന്നത്. അങ്ങനെ വേറൊരു വഴി കൂടെ ഞാൻ കുറേ കാലം സഞ്ചരിച്ചു. അങ്ങനെയൊക്കെ തമിഴും മലയാളവും തെലുങ്കും ഒക്കെ ആയിട്ട് 100-200 പടത്തോളം ആയി. അത്ര ആയിട്ടുള്ളൂ. അത് പോരാ, എന്നാലും കുറച്ചുകൂടെ വേണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലവും എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാനിവിടെയൊക്കെ നിങ്ങളെ അധികം വെറുപ്പിക്കാതെ ഇവിടെയൊക്കെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കൂടെ ഉണ്ടാവില്ലേ? താങ്ക് യു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മനോജേട്ടൻ അപ്പോൾ പറഞ്ഞു ഞാൻ ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ചുരുക്കം കുറച്ച് പേരേ ഉള്ളൂ ഇത്രയും വലിയൊരു കാലഘട്ടം പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞു. ഇതിന് വല്ല സീക്രറ്റ് ഉണ്ടോ ഈ പിടിച്ചു നിൽക്കാൻ? അഭിനയ മികവായിനോ, ദാറ്റ് ഇസ് ദ റീസൺ. എന്നാലും വേറെ വല്ല ലൊട്ടിലൊടുക്ക് വിദ്യകൾ ഞങ്ങൾ അറിയേണ്ടത്? അതിപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അധികം വെറുപ്പിക്കരുത് ഇവരെ അധികം വെറുപ്പിക്കാതിരുന്നാൽ അവർ അത്യാവശ്യം നമ്മൾ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ വെറുപ്പിച്ചാൽ പറഞ്ഞു വിടും. തീർച്ചയായിട്ടും അവരാണ് ദൈവം, പ്രേക്ഷകരാണ് ദൈവം. ചില കടകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, കസ്റ്റമർ ഈസ് ഗോഡ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ സിനിമാക്കാർക്ക് നിങ്ങൾ പ്രേക്ഷകരാണ് ദൈവം. നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെയൊക്കെ ഇവിടെ നിർത്തണം നിർത്തണ്ട എന്ന്. അതാണ് ബഹുമാനരായ പ്രേക്ഷകർ. ശരിയല്ലേ? ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ഉണ്ട്. മനോജേട്ടൻ ഇസ് എ ഫാബുലസ് സിംഗർ. അത് ഈ ബിഗ് സ്ക്രീൻ അവാർഡ്സിന്റെ ആദ്യത്തെ ഒരു ഘട്ടമായതുകൊണ്ട് മനോജേട്ടന്റെ വക ഒരു പാട്ട് ഞങ്ങൾക്ക്. എനി 4 ലൈൻസ് പ്ലീസ്. സിനിമയിൽ വന്ന് ആദ്യം സർഗത്തിലെ പാട്ടുകളെല്ലാം വിനീത് കൊണ്ടുപോയി. നല്ല പാട്ടായിരുന്നു, അവൻ എല്ലാ പാട്ടും അവന് കിട്ടി. പോട്ടെ, സാരമില്ല. അപ്പം എൻ്റെ പ്രതീക്ഷയായിരുന്നു ഇനി ഉടനെ എങ്ങാനും എനിക്കൊരു പാട്ടിൽ അഭിനയിക്കാൻ പറ്റുമോ. അങ്ങനെ ജോൺ സേട്ടൻ്റെ പീലി കണ്ണെഴുതി എന്നുള്ള പാട്ടിൽ വന്നു. ജോൺ സേട്ടന് തന്നെ നീലരാവിൽ നിന്നുണ്ട് താരഹാരം ഇളകി. അത് ജയരാജൻ്റെ സിനിമയായിരുന്നു. ജോൺ സേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്, തൃശ്ശൂർക്കാരനാണ്. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഏറ്റവും വലിയ ആരാധനാപാത്രമാണ് ജോൺ സേട്ടൻ. ജോൺ സേട്ടൻ്റെ ഒരു 2 ലൈൻ.